സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ നടപടി വൈകിയപ്പോൾ കശുവണ്ടി വ്യവസായിക്ക് നഷ്ടമായത് സ്വന്തം കിടപ്പാടമാണ്. പ്രതിവർഷം 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന കശുവണ്ടി ഫാക്ടറിയാണ് കോവിഡ് പ്രതിസന്ധി ഉൾപ്പെടെ ബാധിച്ച് പൂട്ടിപ്പോയത്. 2022 ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപേക്ഷ നൽകിയെങ്കിലും കൊല്ലം ജില്ലാ വ്യവസായ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള കശുവണ്ടി വ്യവസായി ഷാനിന്റെ വീട് ഇതിനോടകം ജപ്തി ചെയ്തു കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ബാങ്ക് അത് ലേലം ചെയ്യുകയും ചെയ്തു. ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണ് എന്നത്. കോവിഡിന് ശേഷം ബിസിനസ് നഷ്ടത്തിലാവുകയും അതിന് ബിസിനസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 2022 ജൂലൈ മുതൽ ബാങ്കിനോട് നിരന്തരമായി ലോൺ റീസ്ട്രക്ചർ ചെയ്യാനും എൻഹാൻസ്മെന്റ് ചെയ്യാനും അപേക്ഷകൾ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കാണാതെ 2022 ഡിസംബറോട് കൂടി വ്യവസായ വകുപ്പ് മന്ത്രിക്കും വ്യവസായ വകുപ്പിലേക്കും അപേക്ഷ നൽകിയായിരുന്നു. അപ്പോൾ അതിനും യാതൊരുവിധ മറുപടിയും ലഭിക്കാതെ 2023 ജനുവരിയിൽ അക്കൗണ്ട് നിഷ്ക്രിയാവസ്ഥയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 2024 ആദ്യം തന്നെ ബാങ്ക് എന്റെ വസ്തുവകകൾ ലേലത്തിൽ വെക്കുകയും ചെയ്തു. കൊല്ലം സ്വദേശി ഷാൻ 2019 20 കാനറ ബാങ്ക് കടപ്പാക്കട ശാഖയിൽ നിന്ന് 40 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വർഷം 20 കോടി രൂപ ടേൺ ഓവർ നേടിയിരുന്ന കശുവണ്ടി ഫാക്ടറി കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായി. 40 ലക്ഷം വായ്പാ ബാധ്യതയിൽ 25 ലക്ഷം രൂപ മറ്റൊരു വ്യവസായിക്ക് ജാമ്യം നിന്നതിന്റെ പേരിലായിരുന്നു. പ്രതിസന്ധി കാലത്ത് തിരിച്ചടവുകൾ മുടങ്ങി. ഇതിനിടെ കശുവണ്ടിയുമായി പോയ വാഹനം അപകടത്തിൽപ്പെട്ടതിന്റെ ഇൻഷുറൻസ് തുക ലഭിച്ചതുമില്ല. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് 2022 അപേക്ഷ നൽകി. വായ്പാ പരിധി ഉയർത്താൻ കഴിയില്ലെന്ന അറിയിപ്പ് ലഭിച്ചത് കഴിഞ്ഞയാഴ്ച. ലേലത്തിൽ വിറ്റുപോയ വസ്തുവകൾ കഴിഞ്ഞതിന് ശേഷം 2024 നവംബർ 24 തീയതി വ്യവസായ വകുപ്പിൽ നിന്നും 2023 NBA ആയതുകൊണ്ട് 2024 ലോൺ കൂട്ടി നൽകാൻ സാധിക്കില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു അറിയിപ്പെത്തുമ്പോൾ വീടും ഫാക്ടറിയും ഒന്നും ഷാനിന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നപ്പോൾ വീട് ജപ്തിയായി എന്നത് മാത്രമല്ല, ഇതിനകം അത് ലേലം ചെയ്തു പോവുകയും ചെയ്തു. 2021 പരാതി നൽകി കഴിഞ്ഞയാഴ്ച മറുപടി ലഭിച്ച മറ്റൊരു മുൻ കശുവണ്ടി വ്യവസായി കൊല്ലം സ്വദേശി ജയചന്ദ്രന്റെ വീടും നേരത്തെ ജപ്തി ചെയ്തിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന VV വിനോദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വിനോദ്, എന്തൊരു ദുരന്തമാണ് അക്ഷരാർത്ഥത്തിൽ. ഇടപെടലിന്റെ ഒരറ്റമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ വീട് നഷ്ടമാകില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ആ ബാങ്ക് ജപ്തി ചെയ്തു എന്നപ്പുറം ആ വീടിനെ ലേലം ചെയ്യുകയും ചെയ്തു. ഇനി അതിലൊരു പോം വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ എന്താണ്, എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ആദ്യ ആലോചനയിൽ തന്നെ? എൽദോ, ഇത് ഉദ്യോഗസ്ഥ വീഴ്ചയുടെ, ഗുരുതര വീഴ്ചയുടെ ഒരു തെളിവ് കൂടിയാണ് പുറത്തു വരുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായിയുടെ ജീവിതാവസ്ഥ കാണിച്ചതാണ്. അദ്ദേഹം പരാതി നൽകി 4ാമത്തെ വർഷം അദ്ദേഹത്തിന് മറുപടി ലഭിക്കുന്നു. ഏതാണ്ട് 4 വർഷത്തോട് അടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മറുപടി ലഭിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്തു പോയിരുന്നു. ജയചന്ദ്രൻ എന്നാണ് ആ വ്യവസായിയുടെ പേര്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷാൻ എന്ന മറ്റൊരു വ്യവസായിയുടെ ജീവിതം പറയുമ്പോൾ ഇത് ജപ്തി ചെയ്തു പോയി എന്നത് മാത്രമല്ല, ബാങ്ക് ആ വീട് ലേലം ചെയ്തു കഴിഞ്ഞു. മറ്റൊരു ഉടമയുടെ കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ വീടെത്തി. അപ്പോഴാണ് ജില്ലാ വ്യവസായ വകുപ്പിൽ നിന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത്. താങ്കളുടെ വായ്പ പരിധി ഇനി ഉയർത്താൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടുള്ളൊരു അറിയിപ്പ് ഒരു വകുപ്പിൽ നിന്ന് വരുന്നത് ഈ വീട് ലേലം ചെയ്തു പോയ ശേഷമാണ്. അതായത് എത്രമാത്രം ഗുരുതരമായ വീഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി, ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന പ്രയോഗം അത് എത്രയോ തവണ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഇത് മാറുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ആദ്യത്തെ വ്യവസായിയുടെ കാര്യത്തിൽ ഒരു പരാതി പോകുന്നത്. ഇത് വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ പരാതിയാണ്. 2022 ഒരു പരാതി നൽകുന്നു. അതിൽ 24 ഈ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്
ഇങ്ങനെ ഒരു മറുപടി ലഭിക്കുന്നത്. ഇന്ന് കശുവണ്ടി വ്യവസായികളുമായി വ്യവസായ മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ദയനീയമാണ് ഈ കമ്പനിയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം. ഷാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വർഷം 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. വിദേശ നാണ്യം നേടിത്തരുന്ന, രാജ്യത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനി. ആ കമ്പനിയാണ് ഇങ്ങനെ പൂട്ടിപ്പോകുന്നത്. ഈ വർഷം ആദ്യമാണ് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്ത് പോകുന്നത്. ഇതിനകം തന്നെ കമ്പനിയും പൂട്ടിപ്പോയി. അത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹം പോയിരുന്നു. 40 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ വായ്പ. അതിൽ തന്നെ 25 ലക്ഷം രൂപ മറ്റൊരു വ്യാപാരിക്ക് വേണ്ടി അദ്ദേഹം ജാമ്യം നിന്നതിൻ്റെ പേരിലാണ്. ഇതിൽ തന്നെ വലിയൊരു ഭാഗം അടച്ചു തീർക്കുകയും ചെയ്തു. കോവിഡ് പ്രതിസന്ധിയാണ് ഇവർക്കെല്ലാം തന്നെ തിരിച്ചടിയായത്. ആദ്യത്തെ ജയചന്ദ്രൻ്റെ കാര്യത്തിലാകട്ടെ, ഇപ്പോൾ ഷാനിൻ്റെ കാര്യത്തിലാകട്ടെ, ഇവർക്കെല്ലാം തന്നെ ഇവരുടെ വ്യവസായം തകരുന്നതിന് കാരണമായത് ഈ കോവിഡ് കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏതായിരുന്നാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു പ്രയോഗമാണ് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്നത് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നത്. പക്ഷേ നമ്മൾ ഇതാ പരിശോധിക്കുന്നു, ഒരാളുടെ വീട് നഷ്ടമാകുന്നു, അദ്ദേഹത്തിൻ്റെ വ്യവസായം നഷ്ടമാകുന്നു, ജീവിതം അപ്പാടെ താറുമാറാകുന്നു. ഇത് ഒരാളുടെ കാര്യമല്ല, ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ചുരുക്കി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇതിൽ ജയചന്ദ്രൻ ഇപ്പോൾ ഡ്രൈവറായി ജോലി നോക്കുകയാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ നേരത്തെ അദ്ദേഹം ഈ കശുവണ്ടി കയറ്റി അയച്ചിരുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ആ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടി ആ കമ്പനിയിൽ ഡ്രൈവറായി ഒരു മുൻ വ്യവസായി ജീവിക്കുന്നു. ഷാനിൻ്റെ കാര്യത്തിലാകട്ടെ, അദ്ദേഹം ഇപ്പോൾ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ്, അതായത് ബ്രോക്കറായി പ്രവർത്തിക്കുന്നു. പല കമ്പനികൾക്കും കശുവണ്ടി ഇറക്കി കൊടുക്കുകയും ഇത് പ്രോസസ്സ് കഴിഞ്ഞ കശുവണ്ടി കയറ്റുമതിക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിലൊക്കെ ഒരു ബ്രോക്കറായി ഷാൻ പ്രവർത്തിക്കുന്നു. 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ബ്രോക്കറായി ജീവിതം തള്ളി നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് ജപ്തി ചെയ്തു പോയി, ഇനി ഒരു വീട് അദ്ദേഹത്തിനുണ്ട്. അത് ഏത് നിമിഷവും ജപ്തി ചെയ്യാം എന്ന ഭീഷണിയിലാണ് അദ്ദേഹം കഴിയുന്നതും. എൽദോ, എന്തൊരു മോശമായിട്ടുള്ള അവസ്ഥയാണ് വിനോദ്. അത് എത്ര വിമർശനത്തിന് വിധേയരായ പറ്റൂ ഈ സാഹചര്യത്തിൽ. കാരണം ഒരു വ്യവസായി ആദ്യം ഇപ്പോൾ ജയചന്ദ്രൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ ഡ്രൈവറായി ജോലി നോക്കുന്നു. ഇദ്ദേഹം ഈ ഷാൻ ഇപ്പോൾ ഒരു ബ്രോക്കർ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നു. ഈ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതല്ലേ ഒരു മുന്നറിയിപ്പായി അവർ തന്നെ കരുതേണ്ടത്. ഓരോ ഫയലിലും ഉള്ളത് തുടിക്കുന്ന ജീവിതങ്ങളാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ പരാതിയാണ് 2 വർഷങ്ങൾക്ക് ഇപ്പുറം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ മറുപടിയായി എത്തുന്നത്. ആർക്കോ വേണ്ടി ചെയ്ത ഒരു ജോലി പോലെ. വിനോദ്, ഇതിൽ ഏറ്റവും പ്രധാനം ഇത് ഒരു 1-2 കേസുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് പരാതികൾ ഇനിയും പുറത്തു വരാനുള്ള സാധ്യതയല്ലേ കാണേണ്ടത്? എൽദോ, നമ്മൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം നമ്മൾ ആദ്യത്തെ വാർത്ത ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു വ്യവസായി കൂടി നമ്മളെ സമീപിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ അദ്ദേഹം വെളിപ്പെടുത്തുകയായിരുന്നു. ആ വാർത്തയാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. ഇതിൽ ഈ ജപ്തിയിലേക്ക് പോയി എന്നതല്ല, ആ വീട് തന്നെ ലേലം ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയാണ്. അതിനുശേഷം ഒരു കത്ത് ചെല്ലുകയാണ്, നിങ്ങളുടെ വായ്പ ഉയർത്താൻ കഴിയില്ല എന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടമായി, വ്യാപാര സ്ഥാപനം നഷ്ടമായി, അദ്ദേഹത്തിൻ്റെ തൊഴിൽ എല്ലാം നഷ്ടമായി, ജീവിതം വഴിയാധാരമായി അദ്ദേഹം നിൽക്കുന്നു. ഈ ലേലത്തിലെടുത്ത ആളിൻ്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ അത് ഒറ്റയ്ക്കെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ആ വീട് 5 ലക്ഷം രൂപ നൽകി ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ തരത്തിൽ ഒരു വ്യവസായിയുടെ ജീവിതം അപ്പാടെ മാറുന്നു. ഈ തരത്തിൽ തന്നെയാണ് ജയചന്ദ്രൻ എന്ന കൊല്ലത്തുള്ള മറ്റൊരു വ്യവസായിയുടെ ജീവിതവും നമ്മൾ പുറത്തു കൊണ്ടുവന്നത്, ജീവിതാവസ്ഥ പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹവും ഈ തരത്തിലാണ്. 2021 അദ്ദേഹം പരാതി നൽകുന്നത്. ഈ മാസം ഒടുവിൽ, അതായത് 21-ാം തീയതി മറ്റുമാണ് അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. താങ്കളുടെ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്, അതിലെന്താണ് നടപടി സ്വീകരിക്കേണ്ടത്, താങ്കൾ ചർച്ചയ്ക്ക് വരണം എന്നാവശ്യപ്പെട്ട് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ്, ഒരു ഉദ്യോഗസ്ഥ വിളിക്കുകയാണ്. അതിൻ്റെ ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ വർഷം വായിക്കുമ്പോഴാണ് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഈ പരാതി വന്ന അല്ലെങ്കിൽ ഈ അപേക്ഷ വന്ന വർഷം എപ്പോഴാണെന്ന് നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥത വായിക്കുന്നത്. 2021 നൽകിയ ഒരു പരാതി എന്ന് അവർ തന്നെ പറയുകയാണ്. ഇത് ആദ്യത്തെ സംഭവം. അത് ജയചന്ദ്രൻ്റെ പരാതി അല്ലെങ്കിൽ അപേക്ഷ ചെല്ലുന്നത് മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കാണ്. ഷാനിൻ്റെ അപേക്ഷ ചെന്നത് വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഈ 2 അപേക്ഷകളും കൈകാര്യം ചെയ്യേണ്ടത് വ്യവസായ വകുപ്പാണ്. പക്ഷേ വ്യവസായ വകുപ്പിന് എന്താണ് സംഭവിച്ചത്? നമ്മൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം അല്ലെങ്കിൽ സംരംഭകരെ കൊണ്ടുവരാൻ വേണ്ടി വലിയ തോതിൽ പ്രയത്നിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു.
റെക്കോർഡ് ഇട്ടുകൊണ്ടുള്ള ലൈസൻസുകൾ നൽകിയതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നേരത്തെ വ്യവസായ മന്ത്രിയുടെ വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെയാണ് ഒരു പരമ്പരാഗത വ്യവസായം അല്ലെങ്കിൽ കൊല്ലത്ത് ഏറ്റവും ശക്തമായി നിലനിന്നിരുന്ന കശുവണ്ടി വ്യവസായം, ആ കശുവണ്ടി വ്യവസായം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല മുൻ മന്ത്രി